ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി റോൾ കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് റോൾ എങ്ങനെ ഉണ്ടാക്കണം, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ട നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 3 കയ്യിൽ മൈദ ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിനെ അമർത്താൻ മറക്കരുത്. ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ലൈറ്റ് ചൂടുവെള്ളം വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല മയത്തിൽ കുഴച്ചെടുത്താലാണ് നമ്മുടെ റോള് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കനം കുറച്ച് കഴിഞ്ഞാൽ 2 ചെറിയ സവോളയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഉള്ളി അതേപോലെ എല്ലാം ഒന്ന് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് എളുപ്പം ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വയന്നെടുക്കണം. അപ്പോൾ നല്ല നെരിയൊന്നും വേണ്ട, നമുക്കൊന്ന് ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും അതേപോലെ തന്നെ 2-4 ഇല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിച്ചപ്പ്, ഈ 4 സാധനം അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ പച്ച മസാലകളൊന്ന് വേഗം വരുന്ന കാത്തുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കണം. നമുക്ക് സിമ്പിളായിട്ടുള്ള മസാല നമ്മൾ ചേർക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു നുള്ള് ഗരം മസാലയാണ്, വളരെ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 പച്ചമയം ഒന്ന് പോകാനും വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ടത് നമുക്ക് 2 കോഴിമുട്ടാണ്. ഈ 2 കോഴിമുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി അത് നല്ലോണം ഡ്രൈ ആവുന്നത് വേണ്ട, നമുക്ക് ഉള്ളിക്കൊക്കെ നമ്മൾ കോഴിമുട്ട ആകണത് മാറി ചെറിയ തീ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമയം പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മെയിൻ സാധനമായ നമ്മൾ ചീര, നല്ല പച്ചച്ചീരയാണ്, നമ്മളെ വീട്ടിലുണ്ടായ ചീരയാണ്. അപ്പോൾ നല്ല പച്ചച്ചീര ചെയ്ത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്ത് നല്ലോണം കഴുകണം ആദ്യം. എന്നിട്ട് ചെറുതാക്കി ഇതുപോലെ മുറിച്ചെടുത്തത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇളക്കണതിന് മുന്നായിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അതൊന്ന് താവാനും വേണ്ടി നമ്മൾ ചീരക്ക് ഒന്നും ഇങ്ങോട്ട് വാടാനും വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണത്. അപ്പോൾ ഈ പച്ചച്ചീരൻ്റെ പകരം നിങ്ങൾക്ക് ചുമന്ന ചീരയോ പാലച്ചീരയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചീരകൾ എടുക്കട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വാടിയിക്കണേ. എന്നിട്ട് നമുക്ക് ആ ഉള്ളി മസാലയും അതേപോലെ കോഴിമുട്ടയൊക്കെ എല്ലായിടത്തും കാണാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഇത് ചേർന്നിക്കണേ. ഇനി അതിൽ നിന്നുള്ള വെള്ളമുണ്ട്, അത് വറ്റുന്ന വരെ നമുക്ക് തീയൊന്ന് കൂട്ടി കൊടുത്ത് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വാങ്ങിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്ന് ചൂടാറിയിക്കണേ. ഇനി നമുക്ക് ഈ ബോൾ എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് ഇത് മാറ്റണം. അപ്പം നമുക്കൊരു പത്തിരിയാണ് ആദ്യം പരത്തേണ്ടത്. അപ്പോൾ ചെറിയ അധികം കനല്ലതും അല്ല എന്നാൽ കനല്ലാത്ത എല്ലാസേക്ക് ഒരു മീഡിയം കനത്തിൽ നമുക്കൊരു പത്തിരി പരത്തണം. അതിനനുസരിച്ചുള്ള ബോളാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ബോൾ ഉണ്ടാക്കിക്കണം. ഇനി നമുക്കൊരു പത്തിരി പലകയിൽ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വലുപ്പത്തിൽ റോള് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പത്തിരി വലുപ്പം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് പൊടി ഇടാൻ പറ്റുള്ളൂ. നമ്മൾ പരത്താനാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് പൊടി ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് പൊടിയിട്ട് പരത്തണമെങ്കിൽ നമ്മൾ പൊടിയിൽ വെള്ളം, നമ്മൾ കുഴക്കുന്ന പൊടിയിൽ വെള്ളം ഏറാതെ കിട്ടണം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ പരത്തി എടുത്തുക്കണേ. നമ്മൾ ഉണ്ടാക്കി വെച്ച ചീരൻ്റെ മസാല അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 സ്പൂൺ മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ വലിപ്പം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മസാല ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി ആദ്യം നമുക്ക് അപ്പുറവും ഇപ്പുറമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നാലും നമ്മൾ റോളിൻ്റെ തലഭാഗം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്യണം. വലുപ്പത്തിൽ വേണം നമുക്ക് പത്തിരി പരത്തിയെടുക്കാൻ. ഇപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ എന്താണെന്ന് ചെയ്തെടുക്കുക, നല്ല അടിപൊളിയായിട്ട് തന്നെ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിക്കണം. ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കണേ. ഇപ്പം എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായിക്കണം കേട്ടോ. ഈ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തീ കുറക്കണം. എന്നിട്ട് അത് കുറച്ച് തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നെരിയിച്ച് നല്ല ഗോൾഡൻ നിറമാണ് വരുന്നത് നെരിയിച്ചിട്ട് വേണം എടുക്കാൻ. പക്ഷെ നല്ല തീയിലാകുമ്പോൾ നമുക്ക് പുറം ഭാഗം മാത്രം നെരിഞ്ഞ് കിട്ടും. ഉൾഭാഗം ചീരൻ്റെ ഉൾഭാഗം നെരിയാതെ നമുക്ക് പോകും. അപ്പം നമ്മൾ റോള് കഴിക്കാതെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി തീ കുറച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് നെരിച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ നിറമാക്കി എടുക്കുക. ഇപ്പം നമുക്ക് നല്ല ഗോൾഡൻ നിറമായിക്കണമെങ്കിൽ നമുക്കിത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. നമുക്കൊരു 10-14 റോൾ ഉണ്ടാക്കി എടുത്തിക്കണം, അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫുള്ള് റോൾ ഇവിടെ റെഡി ആയിക്കണേ. കാണാൻ നല്ല ഭംഗിയില്ല. അതേപോലെ വെച്ചിട്ടാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ കാണാനും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.